തിരുവനന്തപുരം കോർപ്പറേഷനിലെ UDF അവിശ്വാസ പ്രമേയത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർലമെന്ററി പാർട്ടിയെന്ന് മന്ത്രി കെ മുരളീധരൻ പറയുകയുണ്ടായി. രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കാൾ സർക്കാർ ഭയപ്പെടുന്നത് മാലിന്യം നീക്കം ചെയ്യാത്ത അവസ്ഥയെയാണ്. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ നഗരസഭയ്ക്ക് അതിന് സാധിക്കുന്നില്ല. മേയർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. മാലിന്യം നീക്കിയില്ലെങ്കിൽ കാലവർഷം ശക്തമായ ഡെങ്കിപ്പനി പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലാകുമെന്നുമാണ് മന്ത്രി പറഞ്ഞത്. അല്ല, അത് ജില്ലാതലത്തിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു മന്ത്രി അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. ഒരു തദ്ദേശ സ്ഥാപനത്തിൽ അവിശ്വാസം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിലെ അംഗം പ്രതിപാദിക്കുന്നത് ശരിയല്ല. പക്ഷെ അത് പാർട്ടിക്കും മുന്നണിക്കും അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചൊരു കാര്യം, കോർപ്പറേഷനിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കാൾ ഗവൺമെൻറ് ഭയപ്പെടുന്നത് ഇവിടുത്തെ മാലിന്യം നീക്കം ചെയ്യാത്ത അവസ്ഥയാണ്. വളരെ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്, ഇപ്പോഴുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ അടുത്ത കാലവർഷം ഈ സമയത്ത് വന്നു എന്നാണ് പറയുന്നത്, ഇന്നോ നാളെയോ കാലവർഷം ശക്തമായിട്ട് വരും. അത് ഡെങ്കിപ്പനി പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പടരുന്നതാണ് റിപ്പോർട്ട്. വീണ്ടും ഡാനിലേക്ക് പോകുമ്പോൾ, ഡാൻ, ഇതാ ഒരു ഭാഗത്ത് ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അതേസമയം കഴിഞ്ഞ ദിവസവും കെ മുരളീധരൻ സൂചിപ്പിച്ചത് കൊതുകുകൾക്കറിയില്ലല്ലോ ഈ കോർപ്പറേഷനിലെ കൗൺസിലർമാർ തമ്മിലുള്ള അടി എന്നുള്ളതാണ്. ഇപ്പോഴും മുരളീധരൻ ആ ഒരു വാദത്തിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് കാലവർഷം ശക്തിപ്പെട്ടാൽ പലതരത്തിലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നഗരവാസികൾക്കുണ്ടായേക്കാം എന്നതാണ്. അപ്പോൾ ഭരണത്തിൽ വലിയ വീഴ്ച, അതായത് ഭരണസ്തംഭനം എന്നത് വലിയ വീഴ്ചയിലേക്ക് പോകുന്നു, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു, അങ്ങനെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു, അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒപ്പം അതിൻ്റെ ഒരു അപകട സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. കാരണം ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട സമയത്ത് കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും സജീവമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ട സമയം കൂടിയാണ്. അതായത് അടക്കം തിരുവനന്തപുരം നഗരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിന് പിന്നാലെ മറ്റേ ഡെങ്കിപ്പനിയും അതോടൊപ്പം മറ്റ് വൈറൽ പനിയുമൊക്കെ വ്യാപകമായി തലസ്ഥാനത്തും പടരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവിടെ ക്രിയാത്മകമായൊരു ഇടപെടൽ നടത്താൻ കോർപ്പറേഷന് കഴിയുന്നില്ല എന്ന വിമർശനം നേരത്തെ ആരോഗ്യമന്ത്രി കൂടിയായ കെ മുരളീധരൻ ഉന്നയിച്ചതാണ്. അദ്ദേഹം ഡാനിലേക്ക് എത്താം. ഇപ്പോൾ ശബരിനാഥ് പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് എന്താണ് ശബരിനാഥ് പറഞ്ഞതെന്ന് കൂടി കേൾക്കാം. കൊണ്ടുവരുന്നു പറഞ്ഞിട്ടും 6 മാസമായിട്ടും 10 പൈസയുടെ പ്രോജക്റ്റ് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഉള്ള പ്രവർത്തനങ്ങൾ പോലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നില്ല. കുടിവെള്ളമടക്കം മരാമത്ത് പണികളടക്കം നടക്കാതിരിക്കുകയാണ്. കോൺട്രാക്ടർമാർക്ക് ബില്ല് മാറാത്തത് കൊണ്ട് ഒരൊറ്റ മരാമത്ത് വർക്ക് നടക്കാത്ത അവസ്ഥയിരിക്കുകയാണ്. അതോടൊപ്പം ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളുടെ പ്രശ്നമുണ്ട്. ഇവിടെ കോർപ്പറേഷൻ ചെയ്യേണ്ട ദൈനംദിന കാര്യങ്ങൾ ഉദ്യോഗസ്ഥരും ഈ കോർപ്പറേഷൻ തമ്മിൽ ബന്ധമില്ലാത്തത് കൊണ്ട് താറുമാറായിരിക്കുകയാണ്. കോർപ്പറേഷനിലൊരു ആവശ്യം കൊണ്ട് ഒരാൾ പോയാൽ ആ പേപ്പർ ആളുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കേസ് താൽക്കാലിക ജീവനക്കാർ, ഏറ്റവും കൂടുതൽ താൽക്കാലിക ജീവനക്കാരുള്ള ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ആ താൽക്കാലിക ജീവനക്കാരുടെ രാഷ്ട്രീയമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അവരെ പോലും മാറ്റി അവിടെ പുതിയ ആളുകളെ നിയമപരമായി നിയമിക്കാനുള്ള നടപടികൾ പോലും ഈ കോർപ്പറേഷൻ 6 മാസമായി എടുത്തിട്ടുണ്ട്. അപ്പോൾ 6 മാസം കൊണ്ടൊരു കാഴ്ചപ്പാട് പോലും പറയാൻ കഴിയാതെ, നമ്മളൊന്നും രാഷ്ട്രീയം നോക്കാതെ ഈ തെരുവുനായ ശല്യത്തിനും ഈ പറഞ്ഞ കുടിവെള്ള വിഷയത്തിനും ഈ പറഞ്ഞ മാലിന്യ മുക്തമാക്കാനുള്ള തീരുമാനം പറയുന്നത് ഒരു തരത്തിലും രാഷ്ട്രീയം നോക്കിയിട്ടില്ല. രാഷ്ട്രീയം നോക്കാതെയാണ് തിരുവനന്തപുരത്ത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ഇടപെട്ടതെന്നാണ്. അതായത് ഡാൻ വളരെ കൃത്യമായി കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്നത് ഈ ഭരണകൂടത്തിന്റെ വീഴ്ചകളാണ്, പോരായ്മകളാണ്, ഭരണസ്തംഭനം, അതാണ് വിഷയം എന്നതാണ്. അതുമൂലം ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. അതായത് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട അവസാനവട്ട ചർച്ചകൾക്ക് വേണ്ടി UDF കൗൺസിലർമാരുടെ പാർലമെന്ററി പാർട്ടി യോഗം DCC ഓഫീസിൽ അല്പസമയത്തിനകം ചേരാൻ പോവുകയാണ്. ഒരുപക്ഷെ അതിന് മുന്നോടിയായിട്ടായിരിക്കണം കെ ശബരിനാഥൻ്റെ ഭാഗത്ത് നിന്ന് ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേവലം ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക എന്ന ഒരു സാങ്കേതികത്വത്തിന് അപ്പുറത്തേക്ക് കൃത്യമായി അതൊരു ഭരണമാറ്റത്തിലേക്ക് വഴി തുറക്കുന്ന തരത്തിലേക്ക് മാറണമെന്ന കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് UDFൻ്റെ ഭാഗത്ത്
തടസ്സപ്പെടുത്താൻ അങ്ങനൊരു നീക്കം ഉണ്ടാകുന്നത്. അതിനുവേണ്ടി അണിയറയിൽ LDF-ഉമായും അതോടൊപ്പം സ്വതന്ത്ര അംഗങ്ങളുമൊക്കെയായി UDF നേതാക്കൾ തിരക്കിട്ട ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരവും സമാനമായ തരത്തിൽ കൗൺസിലർമാർ ഒരുമിച്ച് യോഗം ചേർന്നിരുന്നു. ഇതുമായി എങ്ങനെ മുമ്പോട്ട് പോകും, 3-1 അംഗങ്ങളുടെ പിന്തുണ എങ്ങനെ ഉറപ്പാക്കാൻ കഴിയുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ആ യോഗത്തിലും ചർച്ചയായതാണ്. അതിനുശേഷവും അവർ മുമ്പോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി ചില ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലായിരിക്കും ആ രാഷ്ട്രീയ നീക്കങ്ങൾ തിരുവനന്തപുരം നഗരസഭയുടെ തുടർ ഭരണത്തെ ബാധിക്കാൻ പോകുന്നത്, സ്വാധീനിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിലാണ് വ്യക്തത വരാനുള്ളത്. വരുന്ന തിങ്കളാഴ്ചയാണ് ഈ നിർണായകമായ കൗൺസിൽ യോഗം ചേരുക. ആ കൗൺസിൽ യോഗത്തിൽ ഈ അവിശ്വാസ പ്രമേയത്തിന്റെ നോട്ടീസ് നൽകാനുള്ള നീക്കമാണ് ഇപ്പോൾ UDF ക്യാമ്പ് സജീവമാക്കിയിരിക്കുന്നത്. യെസ്, തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയ നീക്കവുമായി UDF രംഗത്ത് വരുന്നു. കോൺഗ്രസ് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്നു. അതേസമയം കോർപ്പറേഷന്റെ ഭരണസ്തംഭനം ആണ് പ്രധാനമായും ഉയർത്തിക്കാണിക്കുന്നത്. അവിടെ CPI-ഉം അതോടൊപ്പം തന്നെ BJP കൗൺസിലർമാരും തമ്മിൽ വലിയ സംഘർഷം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഒപ്പം ഇപ്പോഴത്തെ ഭരണസംബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കാലവർഷത്തിൽ മാലിന്യ നീക്കം തടസ്സപ്പെടുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്ന വിഷയം കൂടിയാണ് ഉയർത്തിക്കാണിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.